ഒറ്റ അച്ഛേ അതിനായിരുന്നു മെയ്യഴകൻ. ഈസി ഈസി നീറ്റ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ്യഴകൻ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. നമ്മുടെ കാർത്തി, അരവിന്ദ് സ്വാമി, ഗോവിന്ദ് വസന്തയാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. പടത്തിന്റെ ടീസർ ഒന്ന് കണ്ടേക്കാന്ന് ഓർത്ത് വന്നതാണ്. കാർത്തിയുടെയൊക്കെ പടമാണല്ലോ. ടീസർ കാണാം. അരവിന്ദ് സ്വാമി ആരോ കണ്ണു யாரு കാർത്തി ആയിരിക്കില്ലേ? யாருன்னு கண்டுபிடிங்க பார்க்கலாம். கண்டுபிடிக்க முடியலத்தா. എന്തോ വിഷമമുണ്ടല്ലോ മനസ്സിൽ. നമ്മുടെ സൂര്യ അനുവദിക്കാണോ? ഇതിലെന്താ പ്രശ്നമാക്കിയിട്ട് വന്നിരിക്കുന്നല്ലോ, എന്തൊരു വിഷമമുണ്ടല്ലോ. ஒண்ணுக்கா ரெண்டுக்கா அத்தா 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 நிறைய காசு வச்சிருக்காருடியே. ஆத்திர அவசரம்ல கேட்கலாம் போலடியே. சொன்னா செருப்ப கலட்டி அடிக்க மாட்டீங்களே. அத்தா இதை மெயின்டைன் பண்ண போறேன்னு சொன்னீங்களே, என்னத்த மாமா? சோடா ரெண்டு டீ. இங்க பாம்பு இருக்கா? ஆமாதா, நல்ல பாம்பு குடிச்சுங்க. சுத்தம் முடிய தூக்குங்க. நான் இப்ப நாட்டுப்பால் டீ உங்ககிட்ட கேட்டனா? മെയ്യഴകൻ എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്, നമ്മൾ വായിക്കാൻ അറിയാൻ മേലല്ലോ. பீர் அடிப்பீங்களா? பியரா? இல்ல இப்ப வேணாம். அப்ப அடிப்பீங்க. എന്നതാണോ അത്? എന്തോ ഉണ്ട്, ഒന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും നമ്മുടെ അരവിന്ദ് സ്വാമി ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ്. അവിടെ വെച്ച് നമ്മുടെ കാർത്തിയെ കണ്ടുമുട്ടുന്നു. കല്യാണം വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ സംഭവം. കല്യാണത്തിന് പോയിരിക്കുന്നു, എന്തോ സംഭവം, ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു സാധനം ഞാൻ കണ്ടു കേട്ടോ. ഇത് ഇങ്ങനെ തപ്പി വന്നപ്പോഴാണ് ഇതിന്റെ മെയ്യഴകൻ കോൺസെപ്റ്റ് ട്രെയിലർ എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടേക്കാം, അതുകൂടെ ഒന്ന് കാണാം. അപ്പൊ എന്താ മനസ്സിലാവും. എനിക്കൊന്ന് മെയ്യഴകന്റെ ഈ കോൺസെപ്റ്റ് ട്രെയിലർ ഇതിനെക്കാട്ടി ഒരു 10 ദിവസം മുന്നേ വന്നാന്ന് തോന്നും. അപ്പൊ അതുകൂടെ ഒന്ന് കണ്ടാണ്, അതിലൂടെ ഒന്ന് റിയാക്ട് ചെയ്യാം. ഏത് മനസ്സ് ഏത് മറന്നാലും ഒന്നും மட்டும் മറക്കാതെ ഉയരാ പഴകിനവനുക്ക് സെഞ്ച നമ്മിക്ക് ദ്രോഹം. ഇതല്ലേ? ഓക്കേ, ഒറ്റ കുഞ്ചാക്കോവിന് പകരം കാർത്തി. കോൺസെപ്റ്റ് ട്രെയിലർ ആദ്യമായി കണ്ടിരുന്നെങ്കിൽ ടീസർ കാണുമ്പോൾ കാര്യം മനസ്സിലായാലും. ഒറ്റാന്ന് തോന്നുന്നു. ഒറ്റ തുടക്കം അങ്ങനെയാണുള്ള കണ്ട ഇല്ലേ? കേട്ടുന്നുണ്ട്. ചോദിക്കാസൂര്യ അത് തന്നെ. മെയ്യഴകൻ മീൻസ് എന്നാന്നറിയാൻ മേല. പക്ഷെ ഇതിന് തുടക്കഭാഗം കാണണം. തുടക്കഭാഗം കാണുമ്പോഴത്തേനും നമ്പിക്ക ദ്രോഹം കണ്ട അത് തന്നെ. ആ ഒരു ഓട്ടോയെ കൂടെ അരവിന്ദ് സ്വാമിയെ കാണിക്കുന്നില്ല, ആ സീനൊക്കെ മറ്റേ ഒറ്റിനകത്ത് കാണിക്കുന്നത് അത് തന്നെ. അപ്പൊ അത് തന്നെ പടം അത് തന്നെ ആയിരിക്കും. ഒറ്റിന്റെ ഒരു റീമേക്ക് ഓർ അങ്ങനത്തെ ഒരു സംഭവം. പക്ഷെ ഒറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടാണ് കേട്ടോ. എനിക്ക് ഒറ്റ ഇഷ്ടപ്പെടാതെ പോകുന്നില്ല. ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ കുറച്ച് ഭാഷ സെറ്റപ്പ് പിടിക്കാൻ നോക്കിയാണ് റെഡി ആവാതെ പോയതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അതുവരെയുള്ള സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഒറ്റിന്റെ. ഇപ്പം മെയ്യഴകന്റെ കോൺസെപ്റ്റ് ട്രെയിലർ ആദ്യം കാണേണ്ടതായിരുന്നു. ശരിക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ കാണേണ്ടത്. ആ കോൺസെപ്റ്റ് ട്രെയിലർ ആദ്യം ഇറക്കിയായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ടീസർ ഇറക്കിയത്. ഇനിയിപ്പോൾ ട്രെയിലർ വരുമല്ലോ, മെയിൻ ട്രെയിലർ വരും. അപ്പം നമുക്ക് ഉറപ്പിക്കാം ഒറ്റായിരിക്കും എന്ന്. തമിഴ്നാട്ടിൽ ഒറ്റ് അധികം ഓടാത്തത് കാരണം അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ലായിരുന്നത് കാരണമായിരിക്കും അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് പടം വിജയിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നല്ല റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത്ര വിജയകരമായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. അതിനായിരുന്നു മെയ്യഴകൻ മീൻസ് എന്താ, മറ്റേ ഒറ്റിന്റെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേനും ഇവർ രണ്ടുപേരും ആദ്യം കണ്ടുമുട്ടുന്നത്, പുള്ളിയെ യാദർശികമായിട്ട് കണ്ടുമുട്ടുന്നത്, പിന്നെ കമ്പനി ആവുന്നു. പിന്നെ കുഞ്ചാക്കോവനോട് പറയുന്നു ഇയാളെ
കൊണ്ടൊരിടത്ത് വരെ പോകണം, ഇയാളുടെ ഓർമ്മ നശിച്ചു പോയതാണെന്ന് പറഞ്ഞു. അവസാനമാണ് മനസ്സിലാകുന്നത് കുഞ്ചാക്കോവിന്റെ ഓർമ്മയാണ് നശിച്ചു പോയത്. കുഞ്ചാക്കോൻ ഇവനോട് നമ്പിക്ക് ദ്രോഹം ചെയ്തിട്ടാണ് അങ്ങനെ നടക്കുന്നതെന്നാണ് ഇപ്പൊ കഥയ്ക്കത് പറഞ്ഞത്. സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ട്, ഒറ്റ 2 ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെയാണ് ഒറ്റ 1 കാണിച്ചിട്ടുള്ളത്. പക്ഷെ നൈസ് ആയിരുന്നു കേട്ടോ, പടം എടുത്തു വെച്ചേക്കുന്ന സാധനവും അരവിന്ദ് സ്വാമിയുടെ ഒരു മാസ് അപ്പിയറൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇനി മെയ്യടക്കൻ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പം മെയ്യടക്കൻ ഇങ്ങനെയൊക്കെയാണ് സംഭവം.